ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഈ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ പ്രോട്ടോക്കോൾ ലംഘിച്ച് പ്രധാനമന്ത്രി ഇവർ തമ്മിൽ മീറ്റ് ചെയ്തു. ഇതുതന്നെയാണ് എസ് ജയശങ്കർ ചൈനയിൽ ചെന്നപ്പോഴും പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് ഷീ വന്നിട്ട് ജയശങ്കറെ കൈപിടിച്ച് കുലുക്കി സ്നേഹമൊക്കെ അറിയിച്ചു. ഇപ്പോൾ ജയശങ്കർ വീണ്ടും റഷ്യയിലേക്ക് പോകുന്നു. അതായത് വ്ളാഡിമിർ പുടിനുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തുന്നു. ഇതേ പുടിൻ തന്നെ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ബ്രിക്സിലെ രാജ്യങ്ങളെല്ലാം വിളിച്ചിട്ട് ഞാൻ എന്താണ് ട്രംപിൻ്റെ അടുത്ത് സംസാരിച്ചതെന്നുള്ളത് അറിയിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത്ര ഗുണകരമല്ലാത്ത ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയില്ല, അങ്ങനെ അതിനെ കാണണ്ട. ഈ ട്രംപിൻ്റെ ഈ താരിഫ് യുദ്ധം തുടങ്ങിയതിന് ശേഷം മൊത്തം ലോകത്തിൽ ഒരു കൺഫ്യൂഷൻ്റെ അന്തരീക്ഷം വന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ താല്പര്യം സംരക്ഷിക്കണം. ഭാരതത്തിൻ്റെ സുരക്ഷ നോക്കണം, വ്യാപാര സുരക്ഷ നോക്കണം. അതുകൊണ്ട് പതിവില്ലാത്ത ചില സ്റ്റെപ്പുകളെല്ലാം ഭാരതം എടുക്കുന്നു. അതിലൊന്നാണ് ഈ വാങ്ങിയുടെ വരവ്. പിന്നെ ചൈന നമുക്ക് ഈ യൂറിയ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. അതിനൊരു ബാരിയർ വെച്ചിരുന്നു അവർ. ഇതിൽ കൂടുതൽ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. ആ ബാരിയർ എടുത്ത് കളഞ്ഞു. നമ്മൾ ഒരു കപ്പൽ എണ്ണ ചൈനയിലേക്ക് വിട്ടു. അങ്ങനെ അതിർത്തിയിലെ തർക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നു. വിസ അനുവദിക്കുകയും ചെയ്തു ചൈനയിലേക്ക്. ഡയറക്റ്റ് ഫ്ലൈറ്റ് അനുവദിച്ചു. നേരത്തെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ചൈനയിലേക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നയതന്ത്ര തലത്തിലും അല്ലേ, നയതന്ത്ര തലത്തിൽ നമ്മളുടെ ബന്ധം ഒന്നുകൂടെ ചൈനയുമായിട്ട്, കാരണം ചൈനയ്ക്കും അത് ആവശ്യമാണ്. അമേരിക്ക ഇങ്ങനെ ഉഴപ്പിയും ഉടക്കിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ. അതേസമയം റഷ്യയുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണുള്ളത്, അതും നിലനിർത്തണം. അപ്പോൾ ഇതിനെ ബ്രിക്സായിട്ട് കാണുന്നവരുണ്ട്. അതിൽ ഒരു കാര്യമുണ്ട് താനും. കാരണം പുടിൻ ഈ അലാസ്ക ചർച്ചയ്ക്ക് ശേഷം വ്യക്തമായിട്ടും പുടിൻ വിളിച്ചത് ചൈന, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ഇവരെയൊക്കെയാണ് വിളിച്ചത്. ബ്രിക്സിലെ മെമ്പർമാരെയാണ് വിളിച്ചത് വാസ്തവത്തിൽ. ഇപ്പോൾ വിളിച്ച് അവരെ അലാസ്കയിൽ എന്ത് സംഭവിച്ചു എന്ന് അവരെ അപ്രൈസ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഒരു ട്രൈലേറ്റ് അവരുടെ 3 പേരുടെയും, അമേരിക്ക, യുക്രൈൻ, റഷ്യ, അവരുടെ മീറ്റിംഗ് നടക്കും എന്ന് പറയുന്നു. എപ്പോൾ നടക്കുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ അതനുസരിച്ച് വീണ്ടും ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജിയും മാറ്റേണ്ടി വരും. അതാണ് ഈ ക്വയറ്റ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പോക്ക്. ജയശങ്കർ പോകുന്നു, പിന്നാലെ അജിത് ഡോവൽ പോകുന്നു, വീണ്ടും ജയശങ്കർ പോകുന്നു. ഈ രീതിയിൽ അജിത് ഡോവൽ പോകുന്നത് കൂടുതലും നമ്മളുടെ ഡിഫൻസ് സെറ്റപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ അലാസ്ക മീറ്റിന് തൊട്ട് മുമ്പ് അജിത് ഡോവൽ പോയി. അപ്പോൾ അതിൽ വെച്ചിട്ട് പുടിനുമായിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ചർച്ച നടന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്ത. അതായത് അലാസ്കയിൽ ട്രംപുമായിട്ട് കണ്ടാൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം, ഇന്ത്യക്ക് എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം എന്നൊക്കെ. അതനുസരിച്ച് അഭിപ്രായം അനുസരിച്ച് റഷ്യ ചെയ്യുന്നല്ല, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ. ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾ ചെയ്യും, ബട്ട് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഇത് ചോദിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ദൃഢമായ ബന്ധം റഷ്യയുമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഇതെല്ലാം ചെയ്യുന്നത് നമ്മളുടെ ടേംസിലാണ് താൻ. നമ്മുടെ സുരക്ഷ വിട്ട് ഒരു കളിക്കും നമ്മൾ ചൈനയുടെ അടുത്തോ റഷ്യയുടെ അടുത്തോ ആരുടെ അടുത്തും തയ്യാറല്ല. അതുകൊണ്ടാണ് ഇത് വളരെ പതുക്കെ നീങ്ങുന്നത്. ഒരു കാര്യവും പെട്ടെന്നൊരു തീരുമാനം എടുക്കാതെ വളരെ പതുക്കെയാണ് പോകുന്നത്. നമ്മൾ ഒരു റിയാക്ഷനും നടത്തുന്നില്ല. ഈ ബഹളമൊക്കെ നടത്തുന്നതിനെപ്പറ്റി ഒരഭിപ്രായം നമ്മൾ പറയുന്നില്ല. ആകെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരേ ഒരു അഭിപ്രായം, പുടിൻ വിളിച്ചിരുന്നു ഇങ്ങനെ യുക്രൈൻ ആ യുദ്ധം ഏറ്റവും വേഗം തീരട്ടെ, ലോകസമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ വേറെ നമ്മളൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ കരുതലോടെയാണ് നമ്മൾ നീങ്ങുന്നത്. ഇത്തരം ഒരു ഫ്ലക്സ് സിറ്റുവേഷൻ വന്നതുകൊണ്ട് വളരെ ഫ്രീക്വൻറ്റ് വിസിറ്റ് വേണ്ടി വരുന്നു. ചൈന ഇങ്ങോട്ട് വരുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു, നമ്മൾ റഷ്യയിലേക്ക് പോകുന്നു, അവരിങ്ങോട്ട് വരുന്നു. ഇങ്ങനെ ഉള്ള വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വേണ്ടി വരുന്നു. ബിക്കോസ് ലോകരാജ്യങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ
ട്രംപിനെ കണ്ടില്ലേ? സെലൻസ്കിയാണ് പോയി കാണേണ്ടിയിരുന്നത്. പക്ഷേ സെലൻസ്കി പോയത് ഈ നാറ്റോ രാജ്യങ്ങളെയും മറ്റ് ഭീമന്മാരെയൊക്കെ കൂട്ടൊരു ധൈര്യത്തിന് നിങ്ങളും വാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട്, നീ മുന്നേ പൊക്കോ ഞങ്ങളുണ്ട് പുറകെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു എല്ലാവരും മൂവ് ചെയ്യുന്ന ഒരു സമയമാണ്. ആൻഡ് ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു അസ് ഓൾസോ. നമ്മളും മൂവ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ റഷ്യ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു, അപ്പോൾ ഇന്ത്യയും ചൈനയും കൂടെ നിൽക്കുന്നു. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ട്രംപ് ഒറ്റപ്പെടുന്നു, ഇതാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളെ പോലും ശരിക്കും വെറുപ്പിച്ചു. ഇപ്പം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, കൊറിയ പോലെയുള്ള രാജ്യങ്ങൾ പോലും എല്ലാ കാലത്തും അമേരിക്കയ്ക്കൊപ്പം നിന്ന. പക്ഷേ ഇപ്പുറത്ത് ഈ റഷ്യയും ചൈനയും ഇന്ത്യയൊക്കെ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ നാളെ അമേരിക്ക പറയുന്നത് കേൾക്കാതെ ഒരു സപ്പോർട്ട് ഈ രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ ശരിക്കും അമേരിക്ക ഒറ്റപ്പെടുകയല്ലേ? മാത്രമല്ല ട്രംപിനെതിരെ അവരുടെ പാർട്ടിയിലെ ആളുകൾ തന്നെ പറയുന്നു, നിങ്ങളുടെ തെറ്റായ വികലമായ നയങ്ങളാണ് ഈ രാജ്യത്തെ പിന്നോക്കം അടിക്കുന്നത്. ട്രംപിനുള്ള തിരിച്ചടിയല്ലേ അത്? അല്ല, അങ്ങനെയൊന്നും വരില്ല. ഇപ്പോൾ ട്രംപ് ഒറ്റപ്പെടുക എന്നൊക്കെ പറയുന്ന ഒരു വിദൂര സ്വപ്നം മാത്രമാണ്. കാരണം അമേരിക്കയുടെ മൈറ്റ് ഉണ്ടല്ലോ, എക്കണോമിക് ആൻഡ് മിലിറ്ററി മൈറ്റ്, അതിനെ ചലഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. അതുകൊണ്ട് ട്രംപ് പെട്ടെന്നൊന്നും ഒറ്റപ്പെടുകയില്ല. ഇവർക്കാർക്കും യൂറോപ്പിനൊന്നും തന്നെത്താനൊരു തീരുമാനം എടുക്കാനുള്ള പ്രാപ്തിയൊന്നുമില്ല. അവരുടെ കയ്യിൽ സൈന്യമില്ല, അവരുടെ കയ്യിൽ ആയുധമില്ല. അവർ ടോട്ടലി അമേരിക്കയുടെ വാസൽ സ്റ്റേറ്റ്സ് ആയിട്ട്, അമേരിക്കയുടെ ഒരു പ്രാന്തപ്രദേശങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് യൂറോപ്പ് എത്രയോ കാലമായിട്ട്. ഈ ആരുടെ കയ്യിലും, ഇവരുടെ കയ്യിൽ, ഈ വാചടിക്കുന്നവരുടെ കയ്യിലൊന്നും ആയുധമില്ലെന്നേ. ഇവർ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ കയ്യിൽ എത്ര പട്ടാളക്കാരുണ്ട്? വളരെ കുറവാണ്. അവർ ഇത് കൊണ്ടുവന്ന് കണ്ടില്ലേ നമ്മളുടെ എന്താ HMS പ്രിൻസ് ഓഫ് വെയിൽസ് ഇവിടെ എക്സർസൈസിന് വന്നിട്ട് അതിലുണ്ടായിരുന്ന F-35 ഇവിടെ കിടന്നുപോയി. വേറൊരെണ്ണം ജപ്പാനിൽ ഇറങ്ങി കിടക്കുന്നു. അത് തിരിച്ചു പോയോ അറിയില്ല, ഞാൻ അന്വേഷിച്ചില്ല. അപ്പോൾ അവിടെ കിടക്കുന്ന ഈ വണ്ടി ഇതൊക്കെയാണ് ബ്രിട്ടൻ്റെ കയ്യിലുള്ളത്. F-35 ബേസിക്കലി അമേരിക്കൻ്റെ ആണെന്ന് പറയാമെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ പ്ലെയിനാണല്ലോ, ഇവർ കാശ് കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ ഇവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് കൂടെ എന്തോ സോഫ്റ്റ്വെയർ മാറ്റണം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ വലിയ പദവിയൊന്നും ഇപ്പോൾ ഇംഗ്ലണ്ടിന് ഇല്ല. ഇംഗ്ലണ്ട് അതുകൊണ്ടാണ് നമ്മളുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ട് അവരുടെ കാര്യം സേഫ് ആയിട്ടുണ്ട്, നമ്മളും അവരും തമ്മിലുള്ള ട്രേഡ് സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രംപ് ഒറ്റപ്പെടുക, അമേരിക്ക ഒറ്റപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ വിദൂര സാധ്യത മാത്രമുള്ളൊരു കാര്യമാണ്. നമ്മൾ അമേരിക്ക ചെയ്തതിനെ ഞാൻ അനുകൂലിച്ച് പറയുകയല്ല, ബട്ട് ദ മൈറ്റ് ഓഫ് അമേരിക്ക ഈസ് ടു മച്ച്. വളരെ വലുതാണ് അമേരിക്ക. അതായിരിക്കാം. പക്ഷേ ഇപ്പോൾ റഷ്യ എന്ന് പറയുന്നത് റഷ്യൻ സാമ്രാജ്യം പുനഃസൃഷ്ടിക്കണമെന്ന് സ്വപ്നം കാണുന്ന ആളാണ് വ്ളാഡിമിർ പുടിൻ. അങ്ങനെയുള്ള ഒരു പുടിൻ്റെ അടുത്തേക്ക് ഇന്ത്യ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചെല്ലുന്നു. അപ്പോൾ ജയശങ്കറുമായിട്ട് അത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് റഷ്യ തയ്യാറാകുന്നു. ഇവിടെ ചൈനയുമായിട്ടുള്ള പ്രശ്നം, ഇന്ത്യയുടെ അതിർത്തിയിലുള്ള പ്രശ്നം, അത് റഷ്യ ഇടപെട്ടാൽ പരിഹരിക്കാം. അപ്പോൾ രണ്ട് വലിയ കമ്പോളങ്ങൾ തുറന്നു കിട്ടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് അങ്ങനെ നടത്താം. ഒപ്പം നമ്മൾ ആഫ്രിക്കയിലേക്കോ മറ്റ് നാറ്റോയിൽപ്പെട്ട അമേരിക്ക ഇല്ലാത്ത രാജ്യങ്ങളിലേക്കോ ഒക്കെ കച്ചവടം നടത്തിയാൽ ഈ പറയുന്ന ട്രംപിൻ്റെ ഉപരോധം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? നമുക്ക് അതിജീവിക്കാൻ പറ്റില്ലേ? അതിജീവിക്കാൻ പറ്റും, ബട്ട് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അമേരിക്ക വലിയൊരു മാർക്കറ്റാണ്, വലിയൊരു മാനുഫാക്ചറിങ് ശക്തിയാണ്. അതുകൂടാതെ മിലിറ്ററി പവർ ആൻഡ് മണി പവർ, മാനിപ്പുലേറ്റീവ് കപ്പാസിറ്റി. അവർക്ക് രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ ഉരുട്ടിയിടാനറിയാം, അതിനുള്ള ആൾക്കാരുണ്ട്, നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഭാരതത്തിൽ നടക്കുന്ന അട്ടിമറി പ്രവർത്തനം, എവറിത്തിങ് ഈസ് സ്പോൺസേഡ് ബൈ ദോസ് പീപ്പിൾ. ഈ പറഞ്ഞ സോറോസ് ഗാങ്, റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ, ക്ലിൻ്റൺ ഫൗണ്ടേഷൻ, ഹിലരി ഫൗണ്ടേഷൻ, ഇവരൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡീപ്പ് സ്റ്റേറ്റായിട്ട്. അപ്പോൾ അമേരിക്ക ഒരു ചെറിയ ഫോഴ്സ് അല്ല. വെറുതെ ഇങ്ങനെ ട്രംപ് 2 ലൂസ് സ്റ്റോക്ക് അടിച്ചു, അതിൻ്റെ പുറത്ത് വിശ്വാസം പോയി, അങ്ങനെ അമേരിക്ക ഒറ്റപ്പെട്ടു, അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല അവർ. ട്രംപ് ഇത് ചെയ്യുമ്പോൾ തന്നെയാണല്ലോ, ട്രംപ് ചെയ്യുന്നത് വിത്ത് ദ ബാക്കപ്പ് ഓഫ് അങ്ങേരുടെ സെനറ്റ്, മറ്റേ പെൻറ്റഗണിലെ തിങ്ക് ടാങ്കൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നതിനനുസരിച്ചൊക്കെയാണ് ഈ മനുഷ്യൻ ഫൈനലി പോയി ചെയ്യുന്നത്. സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വൃത്തികേട് പറഞ്ഞു എന്ന് വരും, ബട്ട് ആക്ച്വലി ചെയ്യുന്നത് അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അമേരിക്കയ്ക്ക് ദോഷമില്ലാത്ത രീതിയിലാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു കൺഫ്രണ്ട് അമേരിക്ക. അവരെ ഒറ്റപ്പെടുത്താനോ അവരെ ഇല്ലാതാക്കാനോ ഒന്നും പെട്ടെന്നൊന്നും സാധിക്കില്ല. നമ്മളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക്
ചെയ്യാൻ പറ്റില്ല. അവരെ കൊച്ചാക്കാനൊന്നും ഈ ഓഗസ്റ്റ് 15 പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞതാണ്, ആരുടെയെങ്കിലും വര ചെറുതാക്കാൻ നമ്മൾ പോകണ്ട, നമ്മുടെ വര വലുതാക്കിയിട്ട് നമ്മൾ സേഫാകാൻ നോക്കുക, ആത്മനിർഭരാകാൻ നോക്കുക. അല്ലാതെ വലിയൊരു വഴക്കിന് പോകണ്ട. അവനെ ഞാൻ നിലയ്ക്ക് നിർത്തും, വേണ്ട അവൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും. കാരണം അതേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രി വന്നിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് കാണുന്നു, ഇന്ത്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി നേരെ റഷ്യയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു അടുപ്പം എന്തായാലും അമേരിക്കയ്ക്ക് അത്ര അലോസരപ്പെടുത്തുന്നതായിരിക്കില്ലേ? അല്ലെ, അവരിതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ഈ കലക്കമൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അവർക്കറിയാം ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയും ചൈനയും അടുക്കാൻ സാധ്യതയുണ്ട്, ഇന്ത്യയും റഷ്യയും ഒന്നുകൂടെ അടുക്കാൻ സാധ്യതയുണ്ട്, ബ്രിക്സ് ഒന്നുകൂടെ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അതവിടെ വെച്ചേക്ക്, നമുക്ക് ആദ്യം ഈ യുക്രൈൻ ഇതൊന്ന് എങ്ങനെ തീരുന്നു എന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രിക്സിനെ നേരിടാം. ഇങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് അവർ മൂവ് ചെയ്യുന്നത്. അല്ലാതെ അവർ വെറുതെ പൊട്ടന്മാരായിട്ട് ഇരിക്കുകയൊന്നുമല്ല. പുടിൻ പറയുന്നതനുസരിച്ചാണ് അലാസ്കയിലെ മീറ്റിങ്ങിലെ കാര്യങ്ങൾ ഇപ്പോൾ ട്രംപ് ഈ സെലൻസ്കിയെ വിളിച്ച് പറയുന്നത്. സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ അജണ്ട നിശ്ചയിക്കുന്ന പുടിനാണ്. ഇതൊക്കെയല്ലേ ലോകം അതൊക്കെ കുറേയധികം അതിശയോക്തിയാണ്. കുറച്ചൊക്കെ ഇപ്പോൾ ട്രംപിനെതിരായ ഒരു അന്തരീക്ഷം നിലവിലുണ്ട് പൊതുവെ മീഡിയയിലും ഒക്കെ. അതുകൊണ്ട് തന്നെ പുടിനെ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ അതിശയോക്തിപരമായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്യുന്ന സ്വഭാവവും മീഡിയയിൽ കാണാം. അതല്ലാതെ ഈ പുടിൻ പറയുന്ന പോലെയാണ് എല്ലാ കാര്യവും നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് അത്ര ശരിയല്ല. പുടിനും ബുദ്ധിപരമായിട്ട് നോക്കുക, പുടിനറിയാം പുടിൻ വരച്ച വരയിൽ ട്രംപിന് ഒപ്പിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പുള്ളി വിട്ടുവീഴ്ച ചെയ്യാനുള്ള കുറച്ച് പോയിൻറ്റ്സ് അതിൻ്റെ കൂടെ വെച്ചിരിക്കും. അത് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ട്രംപ് ആവശ്യപ്പെടും, ശരിയെന്ന് പുടിൻ പറയും. അങ്ങനെ രണ്ടുപേരും ജയിച്ചു എന്നുള്ള രീതിയിലേ ഇത് തീരുള്ളൂ. അത് പുടിനും അറിയാം, അവർ നല്ല ബുദ്ധിയുള്ളവരല്ലേ. അപ്പോൾ അവർ വിചാരിക്കും അമേരിക്ക തോറ്റു എന്നുള്ളൊരു ഇമ്പ്രഷനിൽ ഈ പ്രശ്നം തീർക്കാൻ അമേരിക്ക ഇഷ്ടപ്പെടുന്നില്ല. അമേരിക്കയും ജയിച്ചു, റഷ്യയും ജയിച്ചു, വേണമെങ്കിൽ ഉക്രൈൻ തോറ്റു എന്നായിക്കോട്ടെ. അങ്ങനെ ആ പ്രശ്നം തീരുള്ളൂ. അതാണ് അവരുടെ ഇപ്പോൾ മെയിൻ പ്രശ്നം. അതൊന്നും തീർത്തിട്ട് വേണം ട്രംപിന് നോബൽ സമ്മാനം മേടിക്കാൻ. ബ്രിക്സ് ശക്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രിക്സോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞാണ് അവർ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.